നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്പിരിച്വൽ ജേണിയെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് സ്പിരിച്വൽ ജേണിയെ പറ്റിയിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അതാണ് ഒരു വീഡിയോ ചെയ്തത്. കാരണം പലരുടെയും ഒരു തെറ്റിദ്ധാരണ കുറേ ഭക്തി ഉണ്ടെങ്കിൽ ഭയങ്കര സ്പിരിച്വലാണ്, അല്ലെങ്കിൽ കുറേ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സ്പിരിച്വൽ ജേണിയിലാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാലും നമ്മൾ സോളിനെ പറ്റിയിട്ടോ സോൾ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടോ കർമ്മയെ പറ്റിയിട്ടോ കാർമിക് റിലേഷൻസിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ ഒരുപാട് കേസുകളിൽ ചില ആൾക്ക് ഞാൻ ഭയങ്കര സ്പിരിച്വലാണ് മാം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ബിക്കോസ് അവർ സ്പിരിച്വൽ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്പിരിച്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പല വീഡിയോസിലും പലപ്പോഴും പറയുന്നതാണ്, നമ്മളെ തിരിച്ചറിയുന്ന ഒരു ജേണിയാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു ഈസി അല്ല, ഒരിക്കലും ഒരു ഹാപ്പി ആയൊരു ജേണി അല്ല, ഒരിക്കലും ഒരു സ്മൂത്തായ ജേണി അല്ല. കുറേ കല്ലും മുള്ളും കഷ്ടപ്പാടുകളും നിറഞ്ഞുകൊണ്ടുള്ളൊരു ജേണിയാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. അതുപോലെ ഒരിക്കലും ഇന്ന സ്റ്റേജസിലൂടെ കടന്നു പോകും, ഇന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് വരും, ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരുടെയും കർമ്മ ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈല് ഡിഫറെൻ്റാണ്, എക്സ്പീരിയൻസ് ഡിഫറെൻ്റാണ്. പക്ഷേ ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു അഗാധമായ വീഴ്ചയിലൊക്കെ പോകാമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു അസുഖമാവാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാവാം, ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നൊരു പ്രശ്നമാവാം, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ മരണമാവാം. ഇനി ഇതൊന്നും അല്ലെങ്കിലും നമ്മൾ കാണുന്ന ചില കാഴ്ചകളാവാം. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മളിലേക്ക് വരും. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു? ഈ ഒരു തോട്ട്, അല്ലെ ഈ ഒരു ചോദ്യമാണ് ആ ഒരു ജേണിയിലെ ഫസ്റ്റ് വാതിലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഡോറങ്ങ് ഓപ്പണാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തം അന്വേഷണമാണ്. ഈ അന്വേഷണത്തിന് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് പല വഴികളാവും. അതായത് എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മുടെ ഹയർ സെൽഫിലാണ്. യൂണിവേഴ്സുമായിട്ടുള്ളൊരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. എന്താണ് നമ്മളിന്ന് തിരിച്ചറിയുന്ന ആ ഒരു യഥാർത്ഥ സത്ത തിരിച്ചറിയാനുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. പക്ഷേ ഇവിടെ എത്തിച്ചേരാനുള്ള വഴികൾ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ആദ്യത്തെ ഡോറ് നിങ്ങൾ ഓപ്പണാക്കി കഴിഞ്ഞാൽ, അതായത് സ്പിരിച്വൽ ജേണിയിലേക്കുള്ള ഫസ്റ്റ് എൻട്രി അത് ഓപ്പണായി കഴിഞ്ഞാൽ, ആ ഒരു ഓപ്പണിങ് പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങളിലൂടെയാവും നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ എന്ന ചോദ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു. ഈ ഒരു തോട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഡോറെന്ന് പറയുന്നത്. ഇതങ്ങ് ഓപ്പണാക്കി കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ 90s എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാലം മുന്നേ ഒരു 30 എബോ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കുട്ടിക്കാലത്ത് ബാലരമയും കളിക്കുടുക്കയൊക്കെ വായിക്കുമ്പോൾ അതിൽ ഈ റൂട്ട് മാപ്പ് കാണിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് മുയൽ ഇവിടെ കിടക്കണുണ്ടാവും, കുറച്ച് ദൂരെ ഒരു ക്യാരറ്റ് വെച്ചിട്ട് മുയലിന് ക്യാരറ്റിൻ്റെ അടുത്ത് എത്തണം, അതിൻ്റെ വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം. കുറേ ചുറ്റി വളഞ്ഞ് ഇഷ്ടംപോലെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറേ വഴികൾ അതിൻ്റെ കൂടെ ചൊറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ടൈം എടുത്ത് കണ്ടുപിടിച്ച് ഒടുവിൽ നമ്മൾ ആ ക്യാരറ്റിൻ്റെ അടുത്ത് ആ മുയലിനെ എത്തിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്പിരിച്വൽ ജേണി. ഇഷ്ടംപോലെ വഴികളുണ്ടാവും. ഈ വഴിയുടെ ഏറ്റവും അവസാനം നമ്മുടെ ഹയർ സെൽഫിനെ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടുന്ന ആ ഒരു യഥാർത്ഥ ജ്ഞാനത്തിലേക്ക്, ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ് സ്പിരിച്വൽ ജേണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മതം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതുമായിട്ട് കണക്ഷനേ ഇല്ല. സത്യം പറഞ്ഞാലും മതവുമായിട്ട് ഇതിന് ബന്ധമില്ല. പക്ഷേ ഭക്തി ഇതിൻ്റെ ഒരു
ഒരു വഴിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ, പല റിലീജിയസിലുള്ള ആളുകളും അവരുടെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ പഠനമോ അല്ലെങ്കിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന വഴിയിൽ വെള്ളം കടന്നു പോകേണ്ടതായിട്ട് വരും, പാറക്കെട്ടുകൾ കടന്നു പോകേണ്ടതായിട്ട് വരും, കല്ലുമുള്ളുകളും ചവിട്ടി പോകേണ്ടതായിട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ സ്മൂത്തായിട്ടുള്ള ജേണി അല്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ, നമ്മൾ ഇത്രയും സ്ട്രഗ്ലിങ്ങിലൂടെ നമ്മുടെ ലൈഫിൽ പോകുമ്പോൾ ഏതൊരു മനുഷ്യനും ജീവിക്കുമ്പോൾ ഏറ്റവും ബേസായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് മനസ്സമാധാനം, അല്ലേ? മനസ്സമാധാനം. അതുപോലെ നമ്മുടെ ബേസിക് നീഡ്സിനേക്കാൾ കൂടുതൽ നമ്മൾ പറയും നമുക്ക് സമാധാനത്തിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, അല്ലെങ്കിൽ സമാധാനത്തിൽ ഒരു മിനിറ്റ് ഇരുന്നാൽ മതി എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു സമാധാനത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന കുറേ വഴികളുണ്ട്. ചില ആൾ മെഡിറ്റേഷൻ ചൂസ് ചെയ്യും, ചില ആൾ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കും. അവിടെയാണ് നമ്മൾ ഭക്തിമാർഗം സ്വീകരിക്കുന്നത്. പ്രാർത്ഥനയിലേക്ക് കുറച്ച് ആളുകൾ കൺവേർട്ട് ചെയ്യപ്പെടും. ചില ആളുകൾ യോഗ പോലുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യും. പല പല സ്പിരിച്വൽ വർക്കുകൾ നിങ്ങൾ ചെയ്യും. റേക്കി പോലുള്ള കാര്യങ്ങളിലേക്ക് വരും. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന വഴികളാണ്. ഓക്കെ, ഇതൊക്കെ വഴികളാണ്. ഈ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഹയർ സെൽഫിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ബോധം ഉണ്ടാകുന്നത്. നമ്മളൊരു സോളാണെന്നും നമുക്ക് ചുറ്റിലും ഉള്ളതെല്ലാം നമ്മളുമായിട്ട് കണക്ഷനുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ഷനുള്ള സോൾസാണ്. എല്ലാവരുമായിട്ട് നമുക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്, നമുക്ക് കർമ്മയുണ്ട്, നമ്മുടെ കാർമിക് റിലേഷനാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട്സ് തരുന്നത്. ഈ തരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അവരുടെ അടുത്ത് ഫോർഗീവ് ചെയ്യണം, അവരെ ബ്ലെസ് ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള തിരിച്ചറിവിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഈ സ്പിരിച്വൽ ജേണിയെ തെറ്റിദ്ധരിക്കപ്പെടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, ചില ആൾ ഭയങ്കര ഭക്തിയായിരിക്കും. ഈ ഭക്തി എന്തായാലും സ്പിരിച്വൽ ജേണിയിലെ ആളുകൾ ദൈവികമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടാവും, ഒരു ഡിവൈൻ കണക്ഷൻ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും. അവിടെ മതം വരില്ല. പക്ഷേ ചില ആളുകൾ ഇന്നേ മതം മാത്രമാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന മാത്രമാണ് കറക്റ്റ്, അതാണ് സ്പിരിച്വാലിറ്റി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. കാരണം യൂണിവേഴ്സിന് മതമില്ല, സോളിന് മതമില്ല, എന്തിന് സോളിന് ജെൻഡർ വരെയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ജന്മജന്മാന്തരങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. ഏതൊക്കെ ജന്മങ്ങളിൽ ഏതൊക്കെ രൂപമായിരിക്കും, ഏത് ജെൻഡറിലായിരിക്കും, ഏത് മതത്തിലായിരിക്കും, ഏതൊക്കെ കൈവഴികളിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഒരുപാട് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസും ഒരുപാട് സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പോലും കൂടിപ്പോയാൽ ഒരു 6-7 ജന്മങ്ങളൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ വീഡിയോസും മറ്റൊക്കെ നമ്മൾ വായിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അതിനു മുന്നേ ഫസ്റ്റ് ബർത്ത് തൊട്ടിട്ട് ഏതൊക്കെ ജന്മങ്ങളിലൂടെ കടന്നു പോയിന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അത്രമാത്രം ബർത്ത് ഒരു സോൾ എടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ നമ്മൾ കടന്നു പോയി അത്രയും മെച്യൂർഡായി കഴിയുമ്പോൾ ആ സോളിന് തന്നെ മതി എന്ന് തോന്നിക്കൊണ്ട് അതെടുക്കുന്ന തീരുമാനമാണ് സ്പിരിച്വൽ ജേണിയിലേക്ക് വരിക എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടെ സഹിച്ചുകൊണ്ടും പലതും ത്യജിച്ചുകൊണ്ടും ഒക്കെ ചെയ്യേണ്ട ഒരു യാത്രയാണ് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്. പല സന്ദർഭങ്ങളിലും നമുക്ക് മതി, നിർത്താം എന്നൊക്കെ തോന്നിപ്പോവും. അതുപോലെ പലർക്കും സൂയിസൈഡ് ടെൻഡൻസി വരെ തോന്നും, ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സ് ഇടപെടും. അത് പല രൂപത്തിലാവാം, പല ഭാവത്തിലാവാം. പല രൂപത്തിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളുടെ വാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ കാണുന്നൊരു അഡ്വർടൈസ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയം കേൾക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലും ആയിരിക്കും നിങ്ങളെ ആ തോട്ടിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഈശ്വരൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വചനമോ എന്തെങ്കിലും ആയിരിക്കും നിങ്ങളെ ആ തോട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക. ആ മാറ്റിക്കൊണ്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് സ്ട്രഗ്ലിംഗ് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. നല്ല രീതിയിൽ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും.
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചൂസ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു സോൾ കോൺട്രാക്റ്റ് ഇങ്ങനെയാണെന്നുള്ളത്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ മാക്സിമം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് സ്പിരിച്വൽ ജേണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. എന്തിനാണെന്ന് വെച്ചാൽ വീണ്ടും 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 എന്തുകൊണ്ട് ഞാൻ എന്ന ചോദ്യത്തിൻ്റെ മൂർച്ച കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയം. അത് നമ്മൾ അങ്ങേയറ്റം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും ആ റിലേഷൻഷിപ്പ് എന്താണ്, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, ഏത് തരത്തിലുള്ള കർമ്മയാണ്, ഏത് പാസ്റ്റ് ലൈഫിലുള്ള കർമ്മയാണ്, എന്തുകൊണ്ട് സംഭവിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളെ യൂണിവേഴ്സ് എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത്, ഏത് സോൾ പർപ്പസ് ചെയ്യാനാണ് നിയോഗിച്ചിരിക്കുന്നത്, ആ പർപ്പസിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളിൽ നിന്നും ഈ തേർഡ് പാർട്ടി പോവും. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും ആ ഏത് സിറ്റുവേഷനാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്തത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച് ഈ ഒരു ജേണിയിലേക്ക് ടേൺ ചെയ്യിപ്പിച്ച വ്യക്തിയാവാം, സാഹചര്യമാവാം, ആരാണോ അത് നിങ്ങളിൽ നിന്നും വിട്ടുപോകും. സോ ഇവിടെ സ്പിരിച്വൽ ജേണിയിൽ മതമായിട്ട് കണക്ഷൻ കൊണ്ടുവരണ്ട. നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാക്ടീസ് അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളെ യൂണിവേഴ്സ് ചൂസ് ചെയ്തതാണെങ്കിൽ ആ ജേണി എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും, എത്ര കാലം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ എൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, നിങ്ങളെ തേടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു റിസൾട്ട് അത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കും, അത്രയും വിലയേറിയതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അവിടെ മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ടുണ്ടോ അത്രയേറെ മധുരമേറിയൊരു ഫലം നിങ്ങളെ കാത്തവിടെ ഇരിക്കുന്നുണ്ട്. ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, മതി എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ ഒരുപാടുണ്ടെന്ന്. ഈവൻ എനിക്ക് പോലും എൻ്റെ ഈ സ്പിരിച്വൽ ജേണിയിൽ പലപ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടാൻ തോന്നിയ നിമിഷങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആർക്കൊക്കെയോ വേണ്ടി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യരുത്, ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഒരാൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് വരിക, നമ്മളെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആ സമയത്ത് വരും. അല്ലെങ്കിൽ എൻ്റെ ഭഗവാന്റെ രൂപമായിരിക്കും എൻ്റെ മുമ്പിൽ വരിക, എൻ്റെ കുട്ടികളുടെ രൂപമായിരിക്കും എൻ്റെ മുമ്പിൽ വരിക. അപ്പോഴൊക്കെ തന്നെ മാറി വീണ്ടും ഈ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഭക്തി കൂടുതലുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലാവണം എന്നില്ല, നിങ്ങളൊരു സ്പിരിച്വലായ ഒരാളാവണമെന്നുമില്ല. നിങ്ങളുടെ യാത്ര എന്തുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടില്ലേ, എന്താണ് ഞാനെന്ന തിരിച്ചറിവിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. ആ യാത്ര അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും. ആദ്യമേ പറയാം, അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാവും, വേദനകളുണ്ടാവും, കഷ്ടതകളുണ്ടാവും. പക്ഷേ ആ യാത്ര കുറേ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ തലത്തിലും നിങ്ങൾ ഉയരും. നിങ്ങൾ സാമ്പത്തികമായി ഉയരും, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളാവും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ് ആവും, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മറ്റുള്ളവർ അംഗീകരിക്കും. ഈ കാണുന്ന നിങ്ങളുടെ ചുറ്റിലുള്ള ഓരോരുത്തരും നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത ആളുകളാവാം, നിങ്ങളെ ബഹുമാനിക്കാത്ത ആളുകളാവാം, ഇവരൊക്കെ നിങ്ങളെ അംഗീകരിക്കുന്ന, പരിഗണിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സമയം വരും. ഈ ലോകത്തിലുള്ള പലരും നിങ്ങളെ കാത്തിരിക്കുന്ന നിമിഷം ഉണ്ടാവും. നിങ്ങളുടെ ഒരു വരവിന് വേണ്ടി, നിങ്ങളുടെ ഒരു വാക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട്. അത്രയും ബ്ലെസ്ഡാണ് സ്പിരിച്വൽ ജേണിയിലെത്തിയ ഓരോരുത്തരും. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനയുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഭജൻസ് ചൊല്ലുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ നമ്മൾ സ്പിരിച്വലാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി അവരെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം നമ്മൾ എന്താണ് എന്നതിനെ ഒരു വലിയ അന്വേഷണം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ഒരു സ്പിരിച്വൽ ജേണിയിലുള്ള ആളാണെന്ന് മനസ്സിലാക്കാം. ആരൊക്കെയാണോ ഈ ജേണിയിലുള്ളത് അവർക്ക് എത്രയും വേഗം ആ ഒരു ഈശ്വരൻ്റെ വരദാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ, നിങ്ങളുടെ യഥാർത്ഥ സോൾ പർപ്പസിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.